പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും നയിക്കുന്ന തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്. പ്രിയമുള്ളവരെ, സഭയുടെ ദൃശ്യതലവനായി പരിശുദ്ധ പത്രോസിനെയാണ് വിശുദ്ധ തൃത്വം നിയമിച്ചാക്കിയത്. ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവമാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും തീരുമാനം, ആ തീരുമാനത്തിൽ പരിശുദ്ധ റൂഹായും യോജിക്കുന്നു. റൂഹ ഒരിക്കലും മാറി നിൽക്കില്ല. അങ്ങനെ വിശുദ്ധ തൃത്വത്തിൻ്റെ തീരുമാനമാണ് പത്രോസിന് സഭയുടെ ദൃശ്യതലവനായി അംഗീകരിച്ചത്, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടത്. തീരുമാനം മൂലമാണ് അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പാറയാകുന്നു, ഈ പാറമേലാൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുമ്പോൾ പാതാളത്തിൻ്റെ പ്രത്യേകത എന്താ? പാതാളത്തിലേക്ക് ഒരു ആത്മാവ് പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും അതിനെ പുറത്തെടുക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. കർത്താവിൻ്റെ ഏർപ്പ് മൂലം പാതാള ബന്ധനങ്ങളെ തകർത്ത് അവിടെയുള്ള ആത്മാക്കളെയെല്ലാം ഏതെൻ്റെ പ്രതീക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുപോയി. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, AD 325 നിക്കാ മുതലായ പൊതു സുന്നോദോസാണ് പരിശുദ്ധ സഭയിലെ ക്രമീകരണങ്ങൾ ചെയ്തത്. AD 37 അന്ത്യോക്യയിൽ പരിശുദ്ധ പത്രോസ് സ്ഥാപിച്ച സിംഹാസനം ലോകത്തിൻ്റെ 4 ദിക്കുകളെ പ്രതിനിധീകരിച്ച് 4 ഭാഗിച്ചു. അത് നിലവിലിരുന്ന ഒരു സംവിധാനത്തെ നിക്കാ സുന്നോദോസ് ഉറപ്പിക്കുകയത്ര ചെയ്തത്. പടിഞ്ഞാറ് റോമ, കിഴക്ക് അന്ത്യോക്യ, തെക്ക് അലക്സാന്ദ്രിയ, വടക്ക് കുസ്തന്തീനോപ്പോലിസ്. ലോകത്തിൻ്റെ 4 ദിക്കുകൾക്ക് അനുസൃതമായി 4 ഭാഗിച്ചു. അതിൽ കിഴക്കൻ്റെ പരമാധികാരം അന്ത്യോക്യ പത്രികസിനാണ് സുന്നോദോസ് തീരുമാനിച്ചത്. അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ആ ഒക്കെയുടെയിലും കിഴക്കൊക്കെയുടെയിലും ഇന്ത്യയും വിടും. ആ നിക്കാ സുന്നോദോസിനെ ധിക്കരിച്ച് ഒരു സ്വതന്ത്ര സഭ ഉണ്ടാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, അധികാരം കൊടുത്തിട്ടില്ല. സമാഗമന കൂടാരത്തിൻ്റെ 4 ദിക്കുകളിലും പുരോഹിത വർഗത്തെ താമസിപ്പിച്ചിരുന്നു കർത്താവ് ദൈവം. ആ 4 ദിക്കുകൾക്ക് ഓരോ പ്രഭുവിനെ നിയമിച്ചു. കിഴക്ക് നിയമിച്ചത് മഹാപുരോഹിതന്റെ അഹറോനെയാണ്. അഹറോന്റെ സഹായത്തിനായി അഹറോന്റെ ഒരു മകൻ ഈഥാമാറിനെ ഒരു പ്രത്യേക ജോലി ഏൽപ്പിച്ച് കിഴക്ക് നിയമിച്ചു. ആ സ്ഥാനമാണ് ഇന്നത്തെ കാതോലിക്കയ്ക്കുള്ളത്. ആ സമാഗമന കൂടാരത്തിലെ ക്രമീകരണങ്ങളോട് വളരെ യോജിച്ചാണ് സഭയിലെ ഈ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തോട് ബന്ധപ്പെടുത്തിയാണ് പുതിയ നിയമം പോകുന്നത്. ആ കാതോലിക്കേറ്റിലാണ് അന്ത്യോക്യയുടെയും കിഴക്കുകളുടെയും പരിശുദ്ധ പത്രോസിന്റെ അപ്പോസ്തോലിക സിംഹാസനത്തിൽ വാണരുളുന്ന നിതാന്തവന്യ ദിവ്യ മഹാമഹിമശ്രീ മോറാൻ ഇഗ്നാത്യോസ് അപ്രയം ദിദിയൻ പാത്രകീസ് ബാവാന്റെ തൃക്കരങ്ങളാൽ സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ 81ാമത്തെ കാതോലിക്കയായി ഈ സെമിനസ് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരത്തുണ്ട്. ഈ മാർച്ച് 25
വഴിക്കപ്പെടുവാൻ പോകുന്നത്. അതാണ് പൗരസ്ത്യ കാതോലിക്ക. വടക്കും തെക്കും പടിഞ്ഞാറും കിഴക്കും ഒന്നുമില്ലാത്ത മെത്തഡാം കക്ഷികൾക്ക് വടക്കോ തെക്കോ പടിഞ്ഞാറോ ഒരു പുരാതന സഭയോ ഒരു പൂർവ്വ പിതാക്കന്മാരോ ഇവർക്കില്ല. ഇവരുടെ സഭയോട് ബന്ധപ്പെടുത്താൻ തന്നെ ഒന്നുമില്ല. പിന്നെ അവർ പൗരസ്ത്യ കാതോലിക്ക എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 81ാമത്തെ പൗരസ്ത്യ കാതോലിക്കായ ഈ 25-ാം തീയതി വാഴിക്കും. ഇതാണ് യഥാർത്ഥ കാതോലിക്ക. 1912 മുടക്കപ്പെട്ട ഒരു പാത്രിയാർക്കീസിനെ കൊണ്ടുവന്ന് കാതോലിക്കേറ്റ് സ്ഥാപിച്ചെന്ന് പറയപ്പെടുന്നു. അത് പൗരോഹിത്യം ഇല്ലാത്ത ഒരു കാതോലിക്കേറ്റാണ്. 1934 ഒരു ഭരണഘടന ഉണ്ടാക്കി സഭയിലെ എല്ലാ പള്ളികളെയും ഒരു പൊതു ട്രസ്റ്റാക്കി ബഹുമാനപ്പെട്ട പട്ടക്കാരെ സെക്കുലർ വൈദികരാക്കി തൊഴിലാളികളാക്കി സഭയുടെ സ്വത്തുക്കളെല്ലാം മെത്രാൻ വഴി കാതോലിക്കയ്ക്ക് അടിയറ വയ്ക്കുന്ന ഒരു ഭരണഘടന. പൗരോഹിത്യമില്ലാത്ത ഒരു കാതോലിക്ക. ഇവർ അല്ല ഈ സഭയിൽ സമാന്തര ഭരണം നടത്തുന്നത്. എന്നിട്ട് നമ്മളാണ് സമാന്തര ഭരണം നടത്തുന്ന അവർ പറയുന്നു. നമ്മൾ പറയുന്നു അവരാണ് സമാന്തര ഭരണം നടത്തുന്നത്. ആര് സ്വീകരിക്കാൻ, ആരംഗീകരിക്കാൻ? കോടതികൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ചാണ്. അവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ നമ്മുടെ വിശ്വാസമൊന്നുമില്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഏത് പൗരനും അവനിഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാം. പക്ഷെ ആ വിശ്വാസം സ്വീകരിക്കേണ്ടത് നിക്കാ സുന്നതോസിലെ തീരുമാനപ്രകാരമായിരിക്കണം. അവിടെ വെച്ചാണ് വിശ്വാസ പ്രമാണം രൂപീകൃതമായത്. ആ നിക്കാ സുന്നതോസിലെ തീരുമാനങ്ങളെ ലംഘിക്കുന്നവർക്ക് ആ വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ അധികാരമില്ല. ഇപ്പോൾ സഭയുടെ വിശ്വാസ പ്രമാണം നിർമ്മിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച പൊതുസുന്നതോസുകളെ അംഗീകരിക്കണം. അത് അംഗീകരിക്കില്ല. ഞാൻ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങളാണ് ഞങ്ങളെന്നൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല. ഈ 3 പൊതുസുന്നതോസുകൾ തീരുമാനങ്ങൾ അംഗീകരിക്കാത്തവർ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളല്ല, ഒരിക്കലുമല്ല. അങ്ങനെ അവകാശപ്പെടാനും പറ്റൂല. നിങ്ങൾ നിങ്ങളുടേതായ ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാക്കുക. നിങ്ങളുടേതായ കുർബാനയിൽ ആ തൃപ്തികൾ ഉണ്ടാക്കുക. ഇത് അവിടെയല്ല ഇവിടെയില്ലാത്ത മട്ടിൽ നിൽക്കുന്നത്. ഒരു കുറേ ആളുകളെ കൂട്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, ഞാനാണ് ഇതിലെ തലവൻ, ഞാനാണ് ഇതിൽ പാത്രിയാർക്കീസ്, ഞാനാണ് ഇതിൽ കാതോലിക്ക, ഞാനാണ് തലവൻ, ഞാനാണ് പൗരസ്ത്യം പാശ്ചാത്യം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സഭകളും അത് അംഗീകരിക്കുന്നുമില്ല. പുറത്ത് പറയണില്ല മാത്രം. ഞാൻ പറയുന്നത് നിങ്ങളുടെ സഭ എന്ന് പറയാൻ പോട്ടെ, കൂട്ടായ്മയാണെങ്കിലും സഭ എന്ന് പറയണം. അത് പാതാളവാതിലുകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നും ബന്ധനമാണതിന്. അതിൻ്റെ പൂർത്തീകരണം ഉടനെ ഉണ്ടാവും. ഈ കാതോലിക്ക വാഴ്ച കൂടാതെ സഭയിലെ കേസ് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് വിട്ടിരിക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കാൻ. അതെല്ലാ കാര്യങ്ങളിലായിട്ട് തീരുമാനം എടുക്കേണ്ടതെന്ന് ഒരു പ്രത്യേക ലിസ്റ്റും സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ ഈ സഭയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അന്ന് തറയ്ക്കപ്പെടും പൂർത്തിയായിട്ടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാതാളത്തിൽ പ്രവേശിക്കുന്ന ആത്മാക്കൾക്ക് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റുള്ള ബന്ധനാണ്. ആ ബന്ധനത്തിൽ നിങ്ങളായിപ്പോവും. ഒരിക്കലും പുറത്തെടുക്കാൻ പാടില്ലാത്ത ബന്ധനത്തിലായിപ്പോവും. പരിശുദ്ധ കാതോലിക്ക ആണ് നിങ്ങളെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട്
ഞങ്ങൾ അംഗീകരിക്കുന്ന പാത്രിയാർക്കീസ് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭരണഘടന അനുസരിച്ച് അംഗീകരിക്കണം. 34 ഭരണഘടന അനുസരിച്ച് അംഗീകരിക്കണം. ഇപ്പം 2002 ഇവിടെ നിന്നും യാക്കോബായ സഭയിൽ നിന്ന് 2 മെത്രാപ്പൊലീത്തന്മാർ അവിടെ വന്നപ്പോൾ നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചതിനാണ്. നിങ്ങൾ ഉടുപ്പുകളൊക്കെ ഊരി ഷമ്മാശ് വട്ടുപ്പുകളായി കൊടുക്കണ്ടല്ലേ? അതല്ല അതിൻ്റെ ശരി. അപ്പോൾ തോന്നിയ പോലെ നയം മാറ്റുക. പാത്രിയാർക്കീസിൻ്റെ കൈവച്ച തലമേൽ വേറൊരു കൈവയ്ക്കാനായിട്ട് ആർക്കും തരില്ല. അതാണ് സത്യം. ഇപ്പോൾ പാതാള ഗോപുരങ്ങൾ ബന്ധനത്തിലാക്കുന്ന കാലം വന്നു കഴിഞ്ഞു. എന്തിനീ സമാധാനാലോചന? സമാധാനം കൊണ്ടുവന്നവർ പറയും 34 ഭരണഘടനയും സുപ്രീം കോടതി വിധി, ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. എന്നും നിങ്ങളിതാ പറയും. പല മണ്ഡലങ്ങളിൽ നിന്നും സമാധാന ശ്രമം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു കാര്യം ഉണ്ടായില്ല. തന്നെയല്ല, സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമായിട്ട് വിധിച്ചു. യാക്കോബായ സഭയിലെ അംഗങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ അവരുടെ അച്ഛന്മാർ സെമിത്തേരിയിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ നടത്തട്ടെ എന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് സുപ്രീം കോടതിയിൽ എന്ത് വിധി ഞങ്ങൾ അംഗീകരിക്കും? കോടതി എല്ലാ വിധികളും ഞങ്ങൾ അംഗീകരിക്കുന്നു പറഞ്ഞവർ ഇതിനെന്തിനാ നിർത്താൻ? ഞങ്ങളുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും, ഞങ്ങളുടെ ആചാരങ്ങളും അവരുടെ ആചാരങ്ങളും പൊരുത്തപ്പെടുന്നില്ല, രണ്ടും രണ്ടാചാരങ്ങൾ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് അഡീഷണൽ അഫിഡാവിറ്റ് നിങ്ങൾ കൊടുത്തില്ലേ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അത് കഴിഞ്ഞിട്ട് അയ്യോ തെറ്റുപറ്റുപോയി ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു അഫിഡാവിറ്റ് കൂടി സമർപ്പിച്ചു. അതൊന്ന് സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടുണ്ടെന്ന് തോന്നണില്ല. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയെ കൊണ്ട് കാരുണ്യവാനായ ദൈവം തോന്നിപ്പിച്ചതാണെന്ന് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ, സെമിറ്ററിയിൽ പ്രവേശിക്കാൻ നമ്മുടെ അച്ഛന്മാർക്കായി അവരെ കൊണ്ടും ദൈവം തോന്നിപ്പിച്ചതാണ്. രണ്ടും രണ്ട് സഭകളാണ്. ഈ എന്തൊരു അത്ഭുതമാണ്. അഭിമന്യനായ തെയോഫിലോസ് തിരുമേനി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടെണ്ണം സഭകളാണ്. കോടതിക്ക് അതൊരു ബോധ്യപ്പെട്ടു. രണ്ടും രണ്ട് സഭകളാണെങ്കിൽ 34 ഭരണഘടനയും ഞങ്ങൾക്ക് അങ്ങനെ ബാധകമാകും. എല്ലാം കീഴ്മേൽ മറിയുകയാണ്. ഭരണകക്ഷിക്കാർ ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും യോജിപ്പിൻ്റെ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. രണ്ട് സഭകളായി പിരിഞ്ഞ് സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കും. അത് സാധിക്കണം. ഇനി മറ്റൊരു കാര്യം, വിശ്വാസ പ്രമാണത്തിൽ ഏക സഭ ഏതാണ്? 325 കൂടിയ നിശ്ചയ മുതലായ 3 പൊതു സുന്നതോസുകളിലെ തീരുമാനമാണ് വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് 325 അങ്ങനെ ഒരു സുന്നോദസ് വിളിച്ചുകൂട്ടാൻ തോന്നിച്ചതിന് ദൈവമാണെന്നായിരിക്കും. സഭയിലെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടായത് കാരണം. അന്ന് ഏകസഭ എന്ന് പറയുന്നത് സിറിയക്ക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമേനിയൻ ഓർത്തഡോക്സ് സഭ, ഈ 3 സഭകളും കൂടുന്നതാണ് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏകസഭ. കാരണം 3 സഭകളുടെ വിശ്വാസം ഒന്നാണ്. ഒരു മാറ്റവുമില്ല. അർമേനിയൻ സഭയ്ക്ക് ഒരു ശകലം മാറ്റമുണ്ട്, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അവർ യോജിപ്പിലായി. ഇന്നും ഏകസഭ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ കാതോലിക്ക വാഴ്ചയിൽ ആ 2 സഭകളും, കോപ്റ്റിക് സഭയും അർമേനിയൻ സഭയും കൂട്ടുസഭകളായിട്ട് അവരിൽ സംബന്ധിക്കുമെന്ന് പറയുന്നത് അവർ അതിഥികളല്ല, ആതിഥേയന്മാരാണ്. നിക്കാവിശ്വാസ പ്രമാണം അല്ലെങ്കിൽ നിക്കാ സുന്നോദോസിലെ തീരുമാനങ്ങൾ അപ്പാടെ അവർ അംഗീകരിക്കുകയാണ്.
മെത്രാൻ കക്ഷികൾ അത് അംഗീകരിക്കുന്നില്ല. ആ ഏകസഭയിൽ നിങ്ങൾ പെടില്ല, ഒരിക്കലും പെടില്ല. ആ വിശ്വാസ പ്രമാണം ചെല്ലാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഒരു അപ്പോസ്തോലിക സഭയുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോഴും നിങ്ങളുടെ വിശ്വാസം പോകും. ഇപ്പം തന്നെ വിശ്വാസമില്ല, ഉള്ളതുമില്ല ഉണ്ടാവും. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലോ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലോ മറ്റേതെങ്കിലും ഓർത്തഡോക്സ് സഭകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തുവിൽ ഒരാളും രണ്ട് സ്വഭാവം ഉണ്ടെന്ന വേദവിപരീതത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. ഇനി നിങ്ങൾക്ക് എവിടെയാണ് രക്ഷ? ഇനി നിങ്ങൾ ഈ പൗരസ്ത്യ കാതോലിക്കാത്തതുകൊണ്ടതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. അപ്പോൾ ഈ സ്വയം തെറ്റുകളൊക്കെ മനസ്സിലാക്കാം. ഇടയനാൻ മത്തായിയുടെ ഞാലച്ചനും എമ്മോ ജോണച്ചനും മീനടം വർഗീസച്ചനൊക്കെ മീനടം വർഗീസച്ചൻ്റെ കസർത്ത് പ്രസംഗവും എമ്മോ ജോണച്ചൻ്റെ അർത്ഥസത്യങ്ങളും ഇടനാലച്ചൻ്റെ കഥാപ്രസംഗ രീതികളൊക്കെ തകർന്നടിയാൻ പോവുകയാണ്. എന്തായിരുന്നു ബഹളം, എന്തായിരുന്നു ഒച്ചപ്പാട്? ഞങ്ങൾ നേടിയെടുക്കുമെന്ന് നിങ്ങൾ മീനടം വർഗീസച്ചൻ പറഞ്ഞു. ഞങ്ങളത് നേടിയെടുക്കുന്നു, എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നതാണ്. എങ്ങനെയെങ്കിലും നേടിയെടുക്കണമല്ലോ. ഇപ്പം തന്നെ നേടിയെടുക്കണതിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇനി പോലീസിനെ ഉപയോഗിച്ചുള്ള ഒരു ഇടപാടില്ല. 62 പള്ളികൾ നിങ്ങൾ പിടിച്ചെടുത്തില്ലേ? പോലീസിൻ്റെ ഫലത്താലല്ലേ? എപ്പോൾ ഈ പുതിയ കാതോലിക്ക ഭാഷയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. ക്രിസ്തീയ സഭയിലെ മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന ഭരണതലങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. ലെബനൻ പ്രസിഡന്റ് പങ്കെടുക്കുകയാണ്. മലങ്കര സഭയിലെ യാക്കോബായ സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തന്മാരും സംബന്ധിക്കുകയാണ് അതിനകത്ത്. ആകമാന, അതായത് സിറിയക്ക് ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളെയും, അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളെന്ന് പറയുമ്പോൾ ഭരണത്തിന് കീഴിലുള്ള എല്ലാ പ്രാദേശിക സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും തലവന്മാരും സംബന്ധിക്കുന്നു. പിറ്റേ ദിവസം പരിശുദ്ധ സുന്നകദോസ് കൂടുന്നു. പരിശുദ്ധ പാത്രീസ് ബാവയുടെ അധ്യക്ഷതയിൽ വലിയൊരു ജനക്കൂട്ടാണ് അവിടെ കൂടുന്നത്. നമ്മുടെ മലങ്കരയിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവരുടെ അവസാന ലിസ്റ്റായിട്ടില്ല. മറ്റു സഭകളിൽ നിന്നുള്ളത് പ്രതിനിധികൾ, മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന്, മാർത്തോമാ സഭയിൽ നിന്ന് മുതലായി സഭകളിൽ നിന്നൊക്കെ അതിഥികൾ വന്ന് സംബന്ധിക്കുകയാണ്. എല്ലാവരുടെ പേരുകൾ പറയേണ്ട, ഇതിനു മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ഇത്രയും മനോഹരമായൊരു കാഴ്ചയല്ല, ഒരു സത്യമായ സംഭവം നടക്കാൻ പോവുകയാണ്. പക്വതയും പാകതയും വന്ന് ഹിസബിനസ് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കീഴിലിരുന്ന് സഭയെ നയിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തരെയും എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാതോലിക്ക ബാവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗ്രിഗോറിയസ് തിരുമേനി നടത്തിയ പ്രസംഗങ്ങൾക്ക് അതിന് മുഖാന്തരങ്ങളാണ്. ആ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ എൻ്റെ പിൻഗാമിയായി ഇന്ന ആൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാരും തടസ്സം പറഞ്ഞില്ല, ഒരാൾ പോലും അതിന് തടസ്സം പറഞ്ഞില്ല. സഭയിലെല്ലാ കമ്മിറ്റികളും എല്ലാ പ്രസ്ഥാനങ്ങളും ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെയും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു. മലങ്കര മെത്രാപ്പൊലീത്തയാകാൻ പരിശുദ്ധ പാത്രീസ് ബാവയോട് അപേക്ഷിച്ചു. ഇപ്പോൾ ആക്കാൻ അപേക്ഷിച്ചു. പരിശുദ്ധ പാത്രീസ് ബാവ ദിവസമുണ്ട് അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ഈ 25-ാം തീയതി നടക്കാൻ പോകുന്നത്. 30-ാം തീയതി പുതിയ കാതോലിക്ക ബാവ എഴുന്നള്ളി വരുമ്പോൾ മഹാസ്വീകരണമാണ് മലങ്കരയിൽ ഒരുക്കുന്നത്. ഇതൊക്കെ രാജ്യം കാണാല്ലേ, ഇതൊക്കെ ലോകം കാണാല്ലേ, ഇതൊക്കെ ജനം മനസ്സിലാക്കല്ലേ. അപ്പം അതുകൊണ്ട് ശരിയായ പൗരസ്ത്യ കാതോലിക്ക
മലങ്കരയുടെ പ്രാദേശിക തലവനായി പരിശുദ്ധ പാത്രികീസ് ബാവയാൽ വാഴിക്കപ്പെടുന്ന വ്യക്തിയാണ് ശരിയായ പൗരസ്ത്യ കാതോലിക്ക. അല്ലാണ്ട് പൗരസ്ത്യം അതാണ് ഇതാണെന്ന് പറഞ്ഞിടത്തും യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോടതി വിധികളിൽ നമ്മൾ അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനം ഏത്? നിക്കാസ് സുന്നഹദോസാണ്. അത് വിട്ടിട്ടുള്ള ഒരു കളി യാക്കോബായ സഭയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല, ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. 1995 സുപ്രീം കോടതി വിധി പറഞ്ഞില്ലേ, മലങ്കര സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിയർക്കീസാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മലങ്കര സഭ. അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു പാർട്ടാണ് മലങ്കര സഭ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനു മുമ്പ് അങ്ങനെ, പിന്നീടും അങ്ങനെയാണ്, 58 അങ്ങനെയാണ്, 64 എല്ലാം ക്ഷമിച്ചു, പരസ്പരം സഹകരിച്ചു. ഞങ്ങൾക്കും സഹകരിക്കേണ്ടി വന്നു, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. യാക്കോബ് തൃതീയൻ പത്രീസ് ബാവ എഴുന്നള്ളി വന്ന് ഔഗേൻ കാതോലിക്കയെ വാഴിച്ചതല്ലേ? ആ യാക്കോബ് തൃതീയൻ പത്രീസ് ബാവയെ നിങ്ങൾ അംഗീകരിച്ച ആണോ ഭരണഘടന പ്രകാരം? അല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ കൊണ്ട് വാഴിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ വരായിരുന്നു, നിങ്ങൾക്ക് തന്നെ വാഴിക്കാൻ പാടില്ലേ? അങ്ങനെ എല്ലാം തീർത്ത് തന്നിട്ട് ഉറവന്നല്ല. പിന്നെ നിങ്ങൾ 70 വീണ്ടും ആ തോമസ് ശ്രീയുടെ സിംഹാസനം കൊണ്ടുവന്ന് ആകെ വീണ്ടും അലമ്പാക്കി. അന്ന് തീരുമാനിച്ചു, ഇനി എന്ത് നഷ്ടം വന്നാലും ഒരു കാരണവശാലും ഈ മെത്രാൻകക്ഷിയുമായിട്ട് ഒരു സഹകരണവും വേണ്ട. ആവേൻ കാതോലിക്ക എന്ന് പറഞ്ഞതാ, വാഴ നനയുമ്പോൾ ചീരയും നനയുന്നു. ഞാനിത് കേട്ട ആളാണ് അവിടെ നിന്ന്, കോട്ടയം നിയമവരവനയിൽ വെച്ച്. പിന്നീട് അദ്ദേഹം തോന്നി വാഴയും ചീരയും ഒപ്പം പൊക്കത്തിൽ വരും, ഒപ്പോട് സമാനം വരും. നടക്കൂല, ഒരിക്കലും നടക്കൂല. നിങ്ങൾ സഭയിലെ അധികാരങ്ങളൊക്കെ മെത്രാനും കാതോലിക്കയ്ക്ക് ആയി ഭരണഘടനയിൽ വെച്ചു. ഇപ്പം തിരുവനന്തപുരത്ത് ബാവാപ്പറമ്പ് കിടന്നുകൊണ്ട് കളിക്കുന്ന കളിയുണ്ടോ? ബാവാപ്പറമ്പെന്ന് പേര് വരാൻ തന്നെ കാരണം നിങ്ങൾക്ക് ഒരു ബാവ ഉണ്ടായത് 1912 അത് പൗരോഹിത്യമില്ലാത്ത പോട്ടെ. 1876 മുളന്തുരുത്തി സുന്നഹദോസിന് ശേഷം പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവ ദിവസം കൊണ്ട് കൽപ്പിച്ചു, പുലിക്കോട്ടിൽ തിരുമേനിയുടെ സ്വഭാവം വികൃതമായതുകൊണ്ട്, വിചിത്രമായതുകൊണ്ട് ഇങ്ങനെ പോയാൽ ഈ സഭയിൽ ഭിന്നതകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സത്യവിശ്വാസം നഷ്ടപ്പെടും. അദ്ദേഹം പറഞ്ഞു, എല്ലാ പള്ളികളും രേഖകളുണ്ടാക്കി എനിക്ക് എഴുതി തരണം. അപ്പോൾ എല്ലാവരും എതിർത്തു. എല്ലാം പാത്രിയർക്കീസിന് അടിയറ വയ്ക്കണം, സ്വത്തൊക്കെ എപ്പോഴത്ത് വലിച്ചുകൊണ്ടുപോകും. സിറിയയിലേക്ക് എല്ലാ സ്വത്തും എല്ലാ പള്ളികളും വലിച്ചുകൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാകും. ദീർഘദൃഷ്ടിയുള്ള ആ പിതാവ് അന്ന് ചെയ്തത് ഇന്ന് സത്യമായി. തിരുവനന്തപുരത്ത് ബാവാപ്പറമ്പ് അത് 1876 പത്രോസ് തൃതീയൻ പാത്രികീസ് ബാവയ്ക്ക് എഴുതി കൊടുത്താണ്. അതാണ് ബാവാപ്പറമ്പ്. അല്ലാണ്ട് 1912 ബാവാപ്പറമ്പ് അല്ലത്. സഭയിലെ പള്ളികളിലെ മുൻ ആധാരങ്ങളൊക്കെ 1064 പള്ളികളിലെ മുൻ ആധാരങ്ങളൊക്കെ കൊണ്ടുവന്ന് പരിശോധിക്കട്ടെ. എല്ലാ പള്ളികളുടെ ഉടമസ്ഥൻ ആരാ? അതൊക്കെ നിങ്ങൾ കൈവശം വെച്ച് തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു നാന്ദിയൊക്കെ കണ്ടുപിടിക്കിയിട്ടുണ്ട്. ഞാൻ പ്രവചിക്കാനൊന്നും ആളല്ല, പക്ഷെ നേരെ നരങ്ങിയ ഒരു സത്യം സമാധാനത്തിലേ വരും, സത്യം സാവധാനത്തിലേ വരും. സത്യം സമാധാനം ഉണ്ടാക്കും. മുൻകാതോലിക്ക, നിങ്ങളുടെ മുൻകാതോലിക്ക പറഞ്ഞ പോലെ നേരെ നരകിയേ വരുള്ളൂ. അപ്പം നരങ്ങിപ്പോൾ ഒന്നുണങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധിയൊന്നും സുപ്രീം കോടതി ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ തീരുമാനമാണ്.
സുപ്രീം കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടു. രണ്ടും രണ്ട് സഭകളാണ്. അതുപോലെ ഇരുതുക്കൾ അത് അനുസരിക്കേ വേണ്ടുള്ളൂ. അത് ചെയ്യുമെന്നാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, സമയം ഒത്തിരിയായി. അപ്പോൾ ഈ കാതോലിക്ക വാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വാഴിക്കപ്പെട്ട 2 കാതോലിക്കമാർ പ്രത്യേക പ്രതിസന്ധിയിൽ വാഴിക്കപ്പെട്ടതാണ്. ഇതിനെ തടയണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചാനലിലൊക്കെ എന്തെല്ലാം ബഹളമുണ്ടാക്കി, എന്താ സമയം ഉണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയില്ലേ? എന്തേ നിങ്ങൾ പ്രവർത്തിക്കാത്ത? ഞങ്ങൾ ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ അത് ചെയ്തേന് ഇത് ചെയ്തേന്. സഭയുടെ തലവൻ തീരുമാനിക്കുന്നു, ഇവിടെ വെച്ച് വേണ്ട. ഇവിടുത്തെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് വിശ്വാസമല്ല വരുന്നത്. നമ്മുടെ തലവൻ എവിടെ വെച്ച് വാഴിക്കുന്നുവോ അതാണ് സത്യം. അതിനൊരു സംശയമില്ല. 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി ദിയസ്കോറോസ് തിരുമേനിയും ബഹുമാനപ്പെട്ട അമയിലച്ഛനും കോനാട്ടച്ഛനൊക്കെ. കോനാട്ടച്ഛനൊക്കെ എന്തോ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും അദ്ദേഹവും ഒക്കെ നല്ല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ സത്യവിശ്വാസം എവിടെയാണ്? വട്ടശ്ശേരി തിരുമേനി പറഞ്ഞില്ലേ, പൗരോഹിത്യത്തിൻ്റെ കലവറ അതിൻ്റെ ഉത്ഭവം അന്ത്യോക്യയിൽ നിന്നാണ്, അന്ത്യോക്യ പാത്രിയർക്കീസിൽ നിന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചില്ലേ? അതെങ്കിലും നിങ്ങൾ അംഗീകരിക്കാത്ത എന്താണ്? വട്ടശ്ശേരി തിരുമേനി പാത്രിയർക്കീസ് ഭാവിക്ക് ശൽമൂസൊന്നും എഴുതി കൊടുത്തില്ല, പ്രശ്നങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയെങ്കിലും ഒരു സത്യം അദ്ദേഹം പറഞ്ഞു. പൗരോഹിത്യത്തിൻ്റെ ഉറവിടവും നൽവരവും അപ്പോസ്തോലിക പിന്തുടർച്ചയും അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നാണ്. അയ്യടെ ദിയസ്കോറോസ് തിരുമേനിയും പറഞ്ഞു ഇതിനകത്ത് വെച്ച് അന്ത്യോക്യയാണ് ശരിയായ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം. റോമയിൽ പത്രോസ് പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു പത്രോസിൻ്റെ ഒരു ശവകുടീരമുണ്ട് എന്നൊക്കെ പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയായാലും പത്രോസിനെ അവിടെ കൊണ്ടുവന്നാണ് വധിച്ചതും വധിക്കപ്പെട്ടതെന്നൊക്കെയാണ് സഭയുടെ വിശ്വാസം. എപ്പോഴും അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ സത്യവിശ്വാസത്തിൻ്റെ ഉറവിടം അന്ത്യോക്യയിൽ നിന്ന് മാത്രമാണ്. അത് അംഗീകരിച്ചാൽ പ്രശ്നം തീരാലേ? ഇനി തീരൂല കേട്ടോ. ഇതിനി അംഗീകരിച്ചാലും തീരൂല. കാരണം 2 ഭാഗവും അങ്ങനെ ആയിപ്പോയി. ഇനി അതിനെ മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങളുടെ പ്രതിനിധികൾ പോയി ഈ കാതോലിക്ക വാഴ്ചയിൽ സംബന്ധിക്കുന്നതാണ്. അപ്പോൾ 2 സഭയാകാനുള്ള ഒരു വാതിൽ നിങ്ങൾക്ക് തുറന്നു തരാൻ പറ്റും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു സാഹോദര്യ ബന്ധമുണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.